നല്ല അനുഭവം ചെയ്യിച്ചു. പിന്നെ 2 ദിവസം ദീദി കൂടെയുണ്ട്. ദീദിയുടെ ആ വളരെ ലളിതമായ സിമ്പിൾ പേഴ്സണാലിറ്റി. ദീദി ജി ബഹുത് ബഡി ഹേ ലേക്കിൻ ബഹുത് സിമ്പിൾ ഓർ സാമ്പിൾ ഹേ. ജാഗൃതി ദീദി ഇവിടെ വരുന്നെന്ന് കേട്ടപ്പോഴേ ബീനോ സിസ്റ്റർ അവിടെ നിന്ന് വിളിയായിരുന്നു, ദീദി വരുന്നുണ്ട്, ദീദി വരുന്നുണ്ട്, ദീദിയെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ബീനു ബहन ने भी फ़ोन किया ना, तो फिर दीदी का हार्दिक स्वागत है हमारे ये त्रिवेंद्रम परिवार में. तो मैं बहुत बहुत दिल से स्वागत करती हूँ. ओम शांति. गुड मॉर्निंग. सब एक साथ बोलेंगे. എല്ലാവരും ഒരുമിച്ച് പറയാമോ? मीठे मीठे मीठ मीठे सिक्की लदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप के रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार, गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. 1 minute silence. एक ही संकल्प, मैं शुद्ध पवित्र आत्मा. ഒരേ സങ്കല്പത്തിൽ വരിക, ഞാൻ ശുദ്ധമായ പവിത്രമായ ആത്മാവാകുന്നു. फोकस्ड ऑन भ्रुकुटी. ഭ്രുകുടിയിലേക്ക് ഏകാഗ്രമാകൂ. मैं शुद्ध पवित्र अनादि स्वरूपात्मा. ഞാൻ ശുദ്ധവും പവിത്രവുമായ അനാദി സ്വരൂപാത്മാവാണ്. ओम शांति. बाबा हम सबको ബാബ നമ്മളെല്ലാവർക്കും इस संगम युग में സംഗമയുഗത്തിൽ तैयार कर रहा है നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. और उसकी तैयार करने की विधि बहुत खूबसूरत है. ബാബ നമ്മളെ തയ്യാറാക്കുന്ന രീതി വളരെ മനോഹരമാണ്. अमृत वेले तैयार करता है. അമൃതവേളയിലാണ് തയ്യാറാക്കുന്നത്. मना दिनचर्या बदलता है, അർത്ഥം നമ്മളുടെ ദിനചര്യ ബാബ മാറ്റുന്നു, आलस्य निकालता है ആലസ്യം കളയിപ്പിക്കുന്നു, और पॉजिटिव सोर्स से जोड़ता है. വളരെ പോസിറ്റീവായ ചിന്തകളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നു. सुरक्षित भी करता है. ബാബ നമ്മളെ അങ്ങനെ സേഫ് ആക്കുന്നു. तो एक ही अमृत वेला और बाबा देखो कितना तैयार कर रहा है. ഒരു അമൃതവേളയിൽ മാത്രം നോക്കണം ബാബ നമ്മളെ എത്രമാത്രം തയ്യാറാക്കുകയാണ്. उसके बाद मॉर्निंग मुरली क्लास. അതിനുശേഷം രാവിലെയുള്ള മുരളി ക്ലാസ്. आप सब आज दूर दूर से आए हो, कहीं कहीं से. നിങ്ങൾ പല സ്ഥലങ്ങളിൽ ദൂരെ ദൂരെ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. हम सब एक परिवार के है स्मृति से तैयार कर रहा है. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലേതാണെന്നുള്ള സ്മൃതിയിലൂടെ നമ്മളെ തയ്യാറാക്കുന്നു. दूसरा कि हमारा धन सफल कर रहा है. कैसे? स्कूटर, बाइक, कार, रिक्शा एक दूसरों के सपोर्ट से आ रहे हैं, तो वो जो एनर्जी जा रही, फ्यूल एनर्जी, उसको भी बाबा सफल कर. അടുത്തത് ബാബ നമ്മളുടെ ധനത്തിനെയും സഫലമാക്കുകയാണ്. അതിലൂടെയും നമ്മളെ തയ്യാറാക്കുന്നു. എങ്ങനെയാണ്? നമ്മൾ സ്കൂട്ടറിലും കാറിലും ഒക്കെ പെട്രോൾ അടിച്ച് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടിയിട്ട് വരുന്നു. അപ്പോൾ ആ രീതിയിലും ബാബ നമ്മളുടെ ധനത്തിനെയും സഫലമാക്കുകയാണ്. फिर मुरली सुनाता है. പിന്നെ ബാബ മുരളി കേൾപ്പിക്കും. तो वो मुरली मुझे इंटरनली
स्ट्रॉन्ग और स्टेबल बनाती है। ആ മുരളി എന്നെ ആന്തരികമായിട്ട് സ്റ്റേബിളാക്കി ശക്തിശാലിയാക്കി മാറ്റും, സ്ട്രോങ് ആക്കി മാറ്റുന്നുണ്ട്. मैंने बाबा को देखा नहीं, ये ज्योति बिंदु बाबा इन आँखों से दिखाई नहीं देता है। ഞാൻ ഇതുവരെ ബാബയെ കണ്ടിട്ടില്ല, കാരണം ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് ജ്യോതിർബിന്ദുവായ ബാബയെ കാണാൻ പറ്റില്ല. लेकिन हम सब ने बाबा को देखा है मुरली की आँखों से। എന്നാൽ നമ്മൾ എല്ലാ പേരും ബാബയെ കാണുന്നത് മുരളിയാകുന്ന കണ്ണുകളിലൂടെയാണ്. बाबा कैसा है, बाबा क्या करता है, बाबा भी हम पर कौन सी कृपा है, ये सब हम मुरली से समझते हैं। ബാബ എങ്ങനെയാണ്, ബാബ എന്താണ് ചെയ്യുന്നത്, ബാബ നമ്മളോട് എങ്ങനെയാണ് കൃപ കാണിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മുരളിയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. तो मुरली शेप कर रही है हम सबको। മുരളിയാണ് നമ്മളെ ഷേപ്പ് ആക്കുന്നത്. इंटरनल शेप भी, क्या करना है क्या नहीं करना है। ആന്തരികമായിട്ടും ബാബ നമ്മളെ മുരളിയിലൂടെ ഷേപ്പ് ചെയ്യുന്നു, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല, कैसे जीना है और ब्राह्मण जीवन कैसा हो सकता है। എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ബ്രാഹ്മണ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി തരുന്നു. मुरली हमें ब्राह्मण बनने के लिए इलिजिबल बनाती है। മുരളിയാണ് നമ്മളെ ബ്രാഹ്മണനാക്കി മാറ്റാനുള്ള യോഗ്യതയുള്ളതവരാക്കി മാറ്റുന്നത്. क्योंकि अगर कोई कॉलेज में इंस्टीट्यूट में एडमिशन चाहिए तो बाहर लिखा होता है मिनिमम दिस मच परसेंटेज और दिस मच मार्क रिक्वायरमेंट फॉर एलिजिबल ओनली एडमिशन फॉर्म। ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെന്നാൽ അവിടെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത്ര പെർസെൻറ്റേജ് എങ്കിലും മിനിമം നമുക്ക് ക്വാളിഫിക്കേഷൻ വേണം, ഈ അഡ്മിഷൻ എടുക്കണമെങ്കിൽ യോഗ്യത വേണം എന്ന്. तो कोई हमें सिखाता नहीं, लेकिन मुरली से हम सैलिबसी ब्रह्मचर्य व्रत सीख जाते हैं। നമ്മളെ വേറെ ആരും പഠിപ്പിക്കുന്നില്ല, പക്ഷെ മുരളിയിലൂടെയാണ് നമ്മൾ ബ്രഹ്മചര്യ വ്രതത്തിനെ കുറിച്ച് പഠിക്കുന്നത്. अन्न शुद्धि भी हम मुरली से सीखते हैं। ആഹാര ശുദ്ധിയും നമ്മൾ മുരളിയിലൂടെയാണ് പഠിച്ചത്. एक दूसरे को मिलते हैं, बात सुनते हैं, बाबा भी कह देता है मुरली में, तो हम ऑटोमेटिक ग्रास्प कर लेते हैं। നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം കാണുമ്പോൾ ബാബയും മുരളിയിൽ നമ്മളോട് പറയുന്നില്ലേ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ ബാബ പറയുന്നത് മുരളിയിലൂടെ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നു. और दिव्य गुणों से संपन्न जीवन जो बाबा चाहता है वो भी मुरली से, क्रोध नहीं करो, झूठ नहीं बोलो, ये नहीं करो, माना एक एक बातें छोटी छोटी याद करो, आलस्य नहीं करो, जरमुई जगमुई माना गोसिप्स नहीं करो, नेगेटिव, ये सब जो बातें हैं मेरी दिव्यता संपन्न जीवन का फाउंडेशन है, वो बाबा मुरली से समझाता है। ദിവ്യ ഗുണങ്ങളാൽ സമ്പന്നമായ ജീവിതത്തിനും ബാബ നമുക്ക് തരുന്നത് മുരളിയാണ്. ക്രോധിക്കാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അലസതയിൽ വരാൻ പാടില്ല, അതേപോലെ പരചിന്തനം പരദർശനത്തിൽ വരാൻ പാടില്ല. അങ്ങനെ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ട് ബാബ നമ്മളെ ദിവ്യ ഗുണങ്ങളാൽ സമ്പന്നമാക്കി മാറ്റുന്നതും മുരളിയിലൂടെയാണ്. मुरली मिस नहीं करो, रोज सुनो, वो भी बाबा मुरली में कह देता है। മുരളി മിസ് ചെയ്യരുത്, ഡെയിലി മുരളി കേൾക്കണം എന്നും ബാബ പറയുന്നത് മുരളിയിലൂടെയാണ്. तो ये जो बेसिक एलिजिबिलिटी है ब्राह्मण जीवन की, वो बाबा मुरली से हमें तैयार कर रहा है। അതുകൊണ്ട് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായ യോഗ്യത മുരളിയിലൂടെയാണ് ബാബ നമുക്ക് തയ്യാറാക്കി തരുന്നത്. तो मुरली शेप दे रही है, മുരളിയാണ് മുരളി നമ്മളെ തയ്യാർ ഷേപ്പ് ആക്കുന്നത്, നമ്മളെ തയ്യാറാക്കുന്നത്. अमृत वेले के बाद मुरली, फिर डेली रूटीन, हर एक का इंडिविजुअल डेली रूटीन अलग है। അമൃതവേള കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് മുരളി. അപ്പം നമ്മളുടെ ഡെയിലി ദിനചര്യ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് വേറെ വേറെ ആയിരിക്കും. हर एक की रिस्पॉन्सिबिलिटीज अलग है। ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം വേറെ വേറെ ആയിരിക്കും. फिर भी हम बाबा के बच्चे रूटीन से भी शेप दे रहे, ट्रैफिक कंट्रोल करेंगे, एक्स्ट्रा सेवा होगी तो मदद करने जाएंगे, मनसा सेवा करेंगे, कार्ड या पैम्पलेट देने जाना होगा तो वो भी करेंगे। എന്നിരുന്നാലും നമ്മളെല്ലാം പല പല ജോലിയുള്ളവരാണെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ദിനചര്യ ബാബ തന്നിട്ടുണ്ട്. നമ്മൾ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും സേവനം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പോകുന്നു, പിന്നെ എവിടെയെങ്കിലും നോട്ടീസ് സർവീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. इसीलिए मुरली बाबा और हमारी ब्राह्मण जीवन की लाइफस्टाइल हमें शेप दे रही है, दिव्यता का, देवता बनाने का। അങ്ങനെ മുരളി, ബാബ, പിന്നെ നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതചര്യ, ഇതെല്ലാം നമ്മളെ ഷെയ്പ്പ് ചെയ്യാണ്, ദിവ്യതയിലേക്ക് ദേവതയാകാനുള്ള ഷെയ്പ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
एक्चुअली दिस इज अ रियल सर है ये सब, ഇതെല്ലാം വളരെ വളരെ സത്യമായ കാര്യങ്ങളാണ്. क्योंकि बाबा बनाना चाहता है, दर्शन नहीं करना है यहाँ, बाबा का बनना है, और जब बनना है तो प्रैक्टिस में लाना है. അപ്പോൾ ബാബ നമ്മൾ അങ്ങനെ ആക്കി തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വന്ന് അങ്ങനെയുള്ളവരുടെ ദർശനം കാണിച്ചു തരികയല്ല ബാബ ചെയ്യുന്നത്, അതുപോലെ ആകണം. അപ്പോൾ അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. फिर नुमा शाम योग, സന്ധ്യ നേരത്തെ യോഗം, एक्स्ट्रा प्रोग्राम, चार्ट लिखना, ये जो हमारी ब्राह्मण जीवन के सिस्टम है वो हमें तैयार कर रहे हैं. പിന്നെ എക്സ്ട്രാ കുറേ കാര്യങ്ങളുണ്ട്, ചാർട്ട് എഴുതണം. ഇതെല്ലാം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഒരു സിസ്റ്റമാണ്, അതിലൂടെയാണ് നമ്മൾ തയ്യാറാകുന്നത്. तभी हम ब्राह्मण हैं. അപ്പോഴാണ് നമ്മൾ ബ്രാഹ്മണനായിട്ട് മാറുന്നത്. यही हमारा सुरक्षा का कवच. ഇതാണ് നമ്മളുടെ സുരക്ഷാ കവചം എന്ന് പറയുന്നത്. कोरोना में देखो कितने भाई बहन जो बाहर के खाने के आदती थे, होटल्स में और शौकीन थे, उनको कितनी डिफ़िकल्टीज हो गई. കൊറോണ സമയത്ത് ഒരുപാട് പുറത്തുനിന്ന് കഴിക്കുന്നതിൻ്റെ ശീലമുള്ള സഹോദരന്മാർ ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിക്കുന്നവർക്ക് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. और हमको कोई तकलीफ नहीं यहाँ पर. എന്നാൽ നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. क्या फ़र्क पड़ता है, वैसे ही आदती है, खुद बनाओ तो खुद खाओ, खुद ले जाओ. तो घर का भी सिस्टम बना हुआ था और माइंड का भी सिस्टम बना हुआ था और बॉडी का भी सिस्टम बना हुआ था. നമുക്കാണെങ്കിൽ ആ സമയത്ത് വേറെ ഒരു ബുദ്ധിമുട്ടും ഒരു വ്യത്യാസം തോന്നിയില്ല, കാരണം നമ്മൾ സ്വയം ഉണ്ടാക്കി സ്വയം കഴിക്കുന്നവരാണ്. അപ്പം നമ്മളുടെ വീടിൻ്റെയും സിസ്റ്റം അങ്ങനെയായിരുന്നു, അതേപോലെ നമ്മളുടെ ബോഡിയുടെയും സിസ്റ്റം അങ്ങനെയായിരുന്നു. എല്ലാം ബാബ നേരത്തെ തന്നെ തയ്യാറാക്കി തന്നായിരുന്നു. तो बाबा हमें तैयार कर रहा है. ബാബ നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. पर പക്ഷേ हम सबको बाबा जैसा तैयार कर रहा है, वैसा हम तैयार हैं. ബാബ എല്ലാവരെയും ബാബയ്ക്ക് സമാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ആയിക്കൊണ്ടിരിക്കുന്നത്? അതുപോലെ എടുക്കുന്നുണ്ടോ നമ്മൾ? इसमें सबसे पहली बात है, मैं रियल ब्राह्मण हूँ. ഇതിലേറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും ഒരു ബ്രാഹ്മണനാണോ? ब्राह्मण किसको कहा जाता है? ആരെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്? पहला, ब्राह्मण माना ब्रह्म मुहूर्त में उठने वाला. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ. आज मैं पूछ सकती हूँ किन किन ने अमृत वेला किया है, हाथ उठाओ. ആരൊക്കെയാണ് ഇന്ന് അമൃതവേള ചെയ്തത്? ഞാൻ ചോദിക്കുകയാണ്, കൈപൊക്കാൻ. सत्यता से. സത്യസന്ധമായിട്ട് കൈപൊക്കണം. अच्छा, आशा रखती हूँ कल क्रिसमस है. कल मॉर्निंग में सांता हमारा बाबा अमृत वेला बहुत बड़ी गिफ्ट देगा, अनुभूतियों की इनपेरिशेबल गिफ्ट देगा, अविनाशी. ഞാൻ വിചാരിക്കുന്നു നാളെ ക്രിസ്മസ് ആണ്, സാന്താക്ലോസ് ആണ്. നമ്മുടെ ബാബ രാവിലെ അമൃതവേളയിൽ തന്നെ നമുക്ക് ഒരുപാട് വലിയ ഗിഫ്റ്റുമായിട്ട് വരും. ഒരിക്കലും നശിക്കാത്ത അമൂല്യമായ ഗിഫ്റ്റ് ബാബ നമുക്ക് നാളെ തരും അമൃതവേളയിൽ. तो मेरी रिटर्न गिफ्ट होगी, डोंट मिस अमृत वेला. അപ്പം ഞാൻ തിരിച്ച് ബാബയ്ക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് അമൃതവേള മിസ് ചെയ്യില്ല എന്നുള്ളതാണ്. ये एक साइकोलॉजी होती है कि रात को लेट हो गया तो पहले से ही पता नहीं कल अमृत वेला होगा कि नहीं. ഇത് നമ്മളുടെ ഒരു സൈക്കോളജി ആയിട്ട് മാറിയിരിക്കുകയാണ്. രാത്രിയിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തീരുമാനിക്കും ഇനിയിപ്പോൾ നാളെ അമൃതവേള നടക്കോ ഇല്ലേ. तो ब्राह्मण माना ब्रह्म मुहूर्त में उठने वाला. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുന്നവരെന്നാണ്. दूसरा, ब्राह्मण माना ब्रह्मा मुख द्वारा ज्ञान जो भगवान ने सुनाया वो डायरेक्ट सुनने वाला. ഇനി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥം, ബ്രഹ്മമുഖത്തിലൂടെ ഭഗവാൻ കേൾപ്പിക്കുന്ന ജ്ഞാനം ഡയറക്റ്റ് വന്ന് കേൾക്കുന്നവരാണ് ബ്രാഹ്മണർ. ब्राह्मण माना ब्रह्मा मुख का ज्ञान सुनने वाला. ബ്രഹ്മമുഖത്തിലൂടെയുള്ള ജ്ഞാനം കേൾക്കുന്നവരാണ് ബ്രാഹ്മണൻ. तीसरा, ब्राह्मण माना ब्रह्मचर्य व्रत का पालन करना. ഇനി മൂന്നാമത്തെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രഹ്മചര്യ വ്രതം പാലിക്കുന്നവർ. जो हम सब कर रहे हैं, നമ്മളതെല്ലാം ചെയ്യുന്നവരാണ്. नेचुरल. बाबा के कहने पर कोई बहनों की ताकत है जो हमें कहे गृहस्थ जीवन में प्योर जीवन जीवो, लेकिन भगवान वाचे, इसलिए ये इजी हम लोगों के लिए. നമ്മൾ നാച്ചുറലായിട്ട് ബാബ പറഞ്ഞതും അത് പാലിക്കാൻ തുടങ്ങി. ഏതെങ്കിലും സിസ്റ്റർ പറഞ്ഞിട്ടാണോ നിങ്ങളത് പാലിക്കാൻ തുടങ്ങിയതല്ല. ഭഗവാൻ വാച കേട്ടിട്ട് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് അതിനെ പാലിക്കാൻ തുടങ്ങി. चौथा, ब्राह्मण माना
ब्रह्मा के कदम पर कदम रखने वाला, श्रीमत पर चलने वाला. ഇനി നാലാമത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഓരോ ചുവടും ഫോളോ ചെയ്യുന്നവർ, ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നവർ. हम लोग श्रीमत में क्या करते हैं, अपना डिसीजन फाइनल कर देते, कुछ कर भी देते. फॉर एग्जाम्पल, छोटी सी सैंपल है, बहनों को उससे कोई रिलेशन नहीं, फिर भी क्या करते, ഇപ്പം നമ്മൾ ശ്രീമത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമ്മളുടെയും കൂടെ ഡെസിഷൻ എടുക്കാറുണ്ട്. അതിൽ നമ്മൾ അതങ്ങ് ചില കാര്യങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ ഫൈനൽ ചെയ്യുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. अगर मुझे एक नई कार लेनी है, मैंने घर में नक्की कर लिया, देख लिया, जाके थोड़ा एडवांस अमाउंट दे भी दिया, क्योंकि वो कार जो मुझे पसंद है किया की और कोई कंपनी की है, वो 2 महीने के बाद अवेलेबल होगी, तो मैंने वो सब कर दिया. फिर जाके बहन से बोलूँगा या बोलूँगी, बहन जी एक श्रीमत दो, कार लेनी है. ഞാൻ ഒരു കാർ വാങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്തു. എന്നിട്ട് അത് ഏതെങ്കിലും ഇപ്പോൾ കിയ ഏതെങ്കിലും ഒരു കമ്പനി ആയിക്കോട്ടെ, എന്നിട്ട് ഞാൻ കുറച്ച് അഡ്വാൻസും കൊടുത്തു. ഒരു 2 മാസം കഴിയുമ്പോഴായിരിക്കും ആ കാർ വീട്ടിൽ വരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സെൻട്രലിൽ ചെന്നിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കും, ബെൻജി ഞാനൊരു കാർ വാങ്ങാൻ പോവാണ്, അതിനെന്തെങ്കിലും ശ്രീമത്ത് തരാമോ? अभी बहन को तो ना कंपनी का पता है 90%, न अमाउंट का पता होता है, ना आपकी टोटल फाइनेंशियल सिस्टम पता होती है. എന്നാൽ സെൻട്രലിലെ സിസ്റ്ററിനാണെങ്കിൽ ഈ കാറുകളുടെ കമ്പനിയെക്കുറിച്ച് അറിയില്ല, പിന്നെ അതിന് എത്ര രൂപ ചിലവാകുമെന്ന് അറിയില്ല, പിന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്താണെന്നും സിസ്റ്ററിന് അറിയില്ല. उसकी एवरेज पता नहीं होती है, आपको कब लानी है, क्यों लानी है. वो आपने तो श्रीमत मांगी, അപ്പോൾ ആ സിസ്റ്ററിന് ഇതിൻ്റെ ആവറേജ് എത്രയാവും, നിങ്ങൾക്ക് എപ്പോഴാണ് വാങ്ങേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടത്, ഇതൊന്നും സെൻട്രലിലെ സിസ്റ്ററിന് അറിയില്ല. പക്ഷേ നിങ്ങൾ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് ശ്രീമത്ത് ചോദിച്ചു. बहन क्या बोलेगी, भले ले लो. അപ്പോൾ സിസ്റ്റർ എന്താ പറയുക, എന്താ വാങ്ങിക്കോളൂ എന്ന് പറയും. तो ये श्रीमत नहीं है. श्रीमत माना अगर मैंने पूछा और बहन ने बोला अभी नहीं लो, कोई बहनें मना नहीं करती ऑल ओवर वर्ल्ड में, फिर भी अगर नहीं बोला तो नहीं, वो है श्रीमत. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ശ്രീമത്ത് അല്ല. ഇനിയിപ്പോൾ നിങ്ങൾ സെൻറ്ററിൽ വന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് കാറ് വാങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്ററും വാങ്ങണ്ടെന്ന് പറയില്ല. ഓൾ ഓവർ ദ വേൾഡ് പോയി ചോദിച്ചാലും ഒരു സിസ്റ്റർ നിങ്ങളെ തടയില്ല. പക്ഷേ സിസ്റ്റർ വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങാൻ പാടില്ല. इसीलिए बहुत जरूरी है श्रीमत को अंडरलाइन, ब्रह्मा के कदम पर कदम रखने वाला ब्राह्मण. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണിത്. ശ്രീമത്ത് സദാ അണ്ടർലൈൻ ചെയ്യണം. ബ്രഹ്മാവിൻ്റെ ഓരോ ചുവടിലും ചുവട് വയ്ക്കുന്നവരാണ് ബ്രാഹ്മണൻ. और लास्ट वेरी इंपॉर्टेंट, വളരെ ഇമ്പോർട്ടൻ്റ് ब्रह्मा भोजन खाने वाला ब्राह्मण. ബ്രഹ്മ ഭോജനം കഴിക്കുന്നവരെയാണ് പറയുന്നത് ബ്രാഹ്മണൻ എന്ന്. वैसे तो प्रोग्राम में भोग के रूप में हम ब्रह्मा भोजन खाते हैं, നമ്മൾ സാധാരണ പ്രോഗ്രാം സമയത്ത് ഭോഗിൻ്റെ രൂപത്തിൽ ബ്രഹ്മഭോജനം കഴിക്കാറുണ്ട്. लेकिन हमारे घर में जो भोजन बन रहा है, എന്നാൽ നമ്മൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ हम खुद बना रहे हैं നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. या कोई बनाने वाला मेड है या कोई भी है, फॉर അല്ലെങ്കിൽ एग्जाम्पल. ആരെങ്കിലും ഉണ്ടാക്കുന്ന സെർവൻ്റ് കാണും വീട്ടിൽ. लेकिन अंडरलाइन, പക്ഷേ वो अन्न നമ്മൾ ब्रह्मा ശ്രദ്ധിക്കേണ്ട भोजन കാര്യം, के रूप में होना चाहिए. നമ്മൾ കഴിക്കുന്ന ആഹാരം ബ്രഹ്മഭോജനത്തിൻ്റെ രൂപത്തിലുള്ളതായിരിക്കണം. बनाने वाला हम खुद है, तो मेरी स्थिति दूसरा है, तो उसकी स्थिति बनाने के लिए मैं रिस्पॉन्सिबल हूँ. തയ്യാറാക്കുന്ന ആൾ ഞാനാണ്, പക്ഷേ എൻ്റെ സ്ഥിതി വേറെയാണെന്ന് വെച്ചോളൂ. എൻ്റെ സ്ഥിതിയുടെ ഉത്തരവാദിത്വം എനിക്കാണുള്ളത്. तो ये 5 बातें, ब्रह्म मुहूर्त, ब्रह्मचर्य व्रत, ब्रह्मा के मुख द्वारा भगवान का ज्ञान, ब्रह्मा के कदम पर कदम और ब्रह्मा भोजन. ഈ 5 കാര്യങ്ങൾ, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, ബ്രഹ്മചര്യം പാലിക്കണം, ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെയുള്ള ഭഗവാന്റെ ജ്ഞാനം കേൾക്കണം, ബ്രഹ്മാവിൻ്റെ ചുവടിന്മേലെ ചുവട് വയ്ക്കണം, ബ്രഹ്മഭോജനം കഴിക്കണം. तब हम ब्राह्मण हैं. എന്നാലേ നമ്മൾ ബ്രാഹ്മണരാകൂ. तो आप सब ब्राह्मण हो कि नहीं? നിങ്ങളെല്ലാവരും ബ്രാഹ്മണരാണോ അല്ലേ? हाथ उठाओ जो कहता मैं ब्राह्मण हूँ. ആ, ഞാൻ ബ്രാഹ്മണനാണെന്ന് उठाओ വിചാരിക്കുന്നവർ उठाओ उठाओ, കൈവക്കൂ, प्यार से डरो കൈവക്കൂ. नहीं. പേടിക്കണ്ട. शाबाश, यही है तो हम है ही है, നമ്മളിത് कुछ തന്നെയാണ്. नया थोड़ी है. ഇതൊന്നും പുതിയതല്ല, പുതിയതായിട്ടില്ല. टेक्नोलॉजी के सहारे नहीं चले जाना.
പക്ഷെ ഒരിക്കലും നമ്മൾ ടെക്നോളജിയുടെ സഹായത്തിൽ മുമ്പോട്ട് ऑनलाइन പോകരുത്. मुरली ऑनलाइन क्लास में नहीं चले जाना. ഓൺലൈൻ മുരളി ഓൺലൈൻ ക്ലാസ്സിലൊന്നും കുടുങ്ങിപ്പോരുത്. हम मोबाइल के स्टूडेंट नहीं है, बाबा के स्टूडेंट है. നമ്മൾ മൊബൈലിൻ്റെ സ്റ്റുഡൻ്റ് അല്ല, നമ്മൾ ബാബയുടെ സ്റ്റുഡൻ്റ് ആണ്. है ना. यहाँ तो आपकी लैंग्वेज के कारण अच्छा है कि इतना ऑनलाइन. हमारे वहाँ तो सुबह आबू की मुरली, दिन में ओआरसी की मुरली, शाम को सेंटर की मुरली, ऑनलाइन सब मिलता है हिंदी में. तो इसीलिए अच्छा, यू आर सेफ. നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഭാഷാ പ്രശ്നമുള്ളത് കൊണ്ട് ഒരുപാട് മുരളികളൊന്നുമില്ല. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ രാവിലെ മധുബൻ മുരളി, പിന്നെ പകൽ സമയത്ത് ORCയിലെ മുരളി, വൈകുന്നേരം സെൻറ്ററിലെ മുരളി, അങ്ങനെയാണ്. हम किसी को पूछते मुरली मिस किया, कल क्यों नहीं आए थे, बोले नहीं किया, मुरली दिन भर सुनी. किस किस की अलग अलग अलग. माना ऑनलाइन मुरली वाले हो गए. നമ്മൾ ചോദിക്കും മുരളി മിസ് ചെയ്തോ, ഇന്നലെ എന്താ വരാത്തെ? അപ്പോൾ ഇല്ല ഇല്ല, ഞാൻ 3 സ്ഥലത്തെ മുരളിയും കേട്ടായിരുന്നു, വേറെ വേറെ മുരളി. കാരണം ഓൺലൈൻ മുരളിയാണ് കേൾക്കുന്നത് ഇപ്പോൾ. बाबा के स्टूडेंट नहीं, मोबाइल के स्टूडेंट. ബാബയുടെ സ്റ്റുഡൻ്റ് അല്ല, മൊബൈലിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. इसीलिए सच्चे ब्राह्मण ही यज्ञ रक्षक है. അതുകൊണ്ട് സത്യമായ ബ്രാഹ്മണൻ തന്നെയാണ് യജ്ഞരക്ഷകൻ. मुझे यज्ञ की रक्षा करना है. എനിക്ക് യജ്ഞത്തിനെ രക്ഷിക്കണം. और यज्ञ की रक्षा के लिए ब्राह्मण ही रिस्पॉन्सिबल होते हैं, हमारे वेदास में, स्क्रिप्चर्स में, सब जगह. യജ്ഞത്തിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലായിടത്തും എഴുതി വച്ചിരിക്കുന്ന, വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത് ബ്രാഹ്മണർക്കാണ് യജ്ഞത്തിനെ സംരക്ഷിക്കാൻ പറ്റുന്നതെന്നാണ്. सबसे पहला यज्ञ रक्षक मैं बनूं. ഞാനായിരിക്കണം യജ്ഞത്തിനെ രക്ഷിക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ. कैसे? എങ്ങനെയാവാൻ പറ്റും? शास्त्रों में अंगद की बात आपने सुनी होगी कि जब सीता जी को लेने गए तो अंगद को भेजा गया रावण के दरबार में. നിങ്ങൾ പുരാണങ്ങളിൽ അങ്കദനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സീതയെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് സീതയെ കണ്ടുപിടിക്കാനായിട്ട്, രക്ഷിക്കാനായിട്ട് അങ്കദനെ വിട്ടു. അങ്ങനെ അങ്കദൻ രാവണൻ്റെ കോട്ടയിലെത്തിയതായിട്ടാണ് പറയുന്നത്. रावण के सामने अंगद ने पैर रख दिया और कहा, अगर मेरा पैर हिला दो तो सीता आपकी. രാവണൻ്റെ മുമ്പിൽ ചെന്ന് അങ്കദൻ എന്ത് ചെയ്തെന്നറിയോ? കാലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാലൊന്ന് അനക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സീതയെ നിങ്ങൾ സ്വന്തമാക്കിക്കോളൂ എന്ന്. कैसे यज्ञ वो रक्षक बन गया सीता का? എങ്ങനെയാണ് അങ്കദൻ സീതയുടെ യജ്ഞരക്ഷകനായത്? सब ने हिलाया पैर, किसी से हिला नहीं. എല്ലാവരും അങ്കദൻ്റെ കാല് പിടിച്ച് വലിക്കാൻ നോക്കി, പക്ഷെ ആരെ കൊണ്ടും അത് അനക്കാൻ പറ്റിയില്ല. रावण हिलाने आया तब मुकुट गिर गया, तो उसने मुकुट फेंक दिया अपने ग्रुप में. അപ്പോൾ രാവണൻ എന്ത് ചെയ്തെന്നറിയോ? അങ്കദൻ്റെ കാലിൽ പിടിച്ച് കുലുക്കാൻ ചെന്നതും രാവണൻ്റെ കിരീടം ഊരി വീണു. അതുടനെ ഈ അങ്കദൻ തട്ടിക്കളഞ്ഞു. फिर रावण को छोड़ के बोला, जा राम के पैर में पड़, और खुद चला गया. എന്നിട്ട് രാവണൻ്റെ അടുത്ത് അങ്കദൻ പറഞ്ഞു, എൻ്റെ കാലിൽ പിടിക്കാതെ പോയി രാമൻ്റെ കാലിൽ വീഴാൻ പറഞ്ഞു. എന്നിട്ട് അങ്കദൻ കളഞ്ഞിട്ട് പോയി. पर जब वो अपने शिविर में गया, എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ എല്ലാ പേരുമായിട്ടുള്ള യുദ്ധത്തിന് ചെന്നപ്പോൾ उसके फ्रेंड्स ने पूछा कि अगर उन्होंने तेरा पैर हिला दिया होता तो क्या तुम सीता को देके आ जाते रावण को? तुमने राम जी को पूछा था? അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെ അടുക്കൽ വന്ന് ഓപ്പണായിട്ട് അത് ഷെയർ ചെയ്ത സമയത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, എങ്ങാനും ഇവർ നിൻ്റെ കാല് പിടിച്ചിരുന്നെങ്കിലോ, നീ നേരത്തെ രാമൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് ഈ കാല് കൊണ്ട് വെച്ചത് എന്ന് ചോദിച്ചു. उसने कहा, बहुत अच्छी बात है कि जिसके नाम से मैं वहाँ गया था उसकी जिम्मेवारी थी, मेरी थोड़ी थी. അപ്പോൾ ഉടനെ അങ്കദൻ പറഞ്ഞു, ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇതിന് പോയത് ആ ആളിൻ്റെ ഉത്തരവാദിത്വമാണ് അത് നോക്കുക എന്നുള്ളത്, അല്ലാതെ എൻ്റെ ഉത്തരവാദിത്വമല്ല. इसी कितना निश्चय था, सोचो उसको. एक स्टोरी है, कितना पक्का निश्चय. അപ്പോൾ അങ്കദൻ എത്രമാത്രം നിശ്ചയം ഉണ്ടായിരുന്നു രാമൻ്റെ മേൽ. ഇതൊരു കഥയാണ്, പക്ഷെ നോക്കണം എത്ര പക്ക നിശ്ചയം ഉണ്ടായിരുന്നു എന്നുള്ളത്. और हमें कोई कहे कि भाई वो लोग हैं, वो ब्रह्मा कुमारी के बारे में ऐसा बोलते, वो लोग बोलते, हम पहले खुद डिस्टर्ब हो जाते हैं. നമ്മളോട് ആരെങ്കിലുമൊക്കെ പറയണം, നോക്കൂ ഇന്നയാൾ ബ്രഹ്മകുമാരീസിനെ കുറിച്ച് അങ്ങനെ പറയുന്നു, അവരങ്ങനെ പറയുന്നു, ഇത് കേൾക്കുന്നത് നമ്മളങ്ങ് ഡിസ്റ്റർബ് ആവാൻ തുടങ്ങും. क्यों भाई? എന്തിന്? हम ये सोचे कि वो उनका काम है बोलना, उनकी नज़र है, उसका परसेप्शन है, वो बोलेगा. അപ്പം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അവരുടെ ജോലി അങ്ങനെ പറയാന്നുള്ളതാണ്. കാരണം അവരുടെ ദൃഷ്ടി, അവരുടെ കാഴ്ചപ്പാട് അതാണ്.
मैं तो यज्ञ रक्षक हूँ, ഞാൻ പക്ഷേ യജ്ഞരക്ഷകനാണ്. तो पहले मुझे अपनी रक्षा करनी है. ആദ്യം ഞാൻ എന്നെയാണ് രക്ഷിക്കേണ്ടത്. उसके बाद यज्ञ को कहाँ भी रहो, लौकिक में रहो या अलौकिक में, यज्ञ को संभालना है. ഞാൻ ആദ്യം എന്നെ രക്ഷിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എവിടെ ജീവിക്കുകയാണെങ്കിൽ, ലൗകികത്തിലായിക്കോട്ടെ അലൗകികത്തിലായിക്കോട്ടെ, എനിക്ക് യജ്ഞത്തിനെ സംരക്ഷിക്കണം. ये मेरी जिम्मेवारी है. ഇതെൻ്റെ ഉത്തരവാദിത്വമാണ്. इसीलिए हम सब मिल करके അതുകൊണ്ട് നമ്മൾ എല്ലാ പേരും കൂടി ചേർന്ന് यज्ञ की रक्षा का बेस्ट इंस्ट्रूमेंट बन जाए. നമ്മൾ ഈ യജ്ഞത്തിനെ രക്ഷിക്കുന്ന ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറും. उसका पहला स्टेप है, അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് रोज प्यूरिटी की पावरफुल वाइब्रेशन से मैं अपना रक्षा कवच बना दूं. ദിവസവും പവിത്രതയുടെ ശക്തിശാലി വൈബ്രേഷനിലൂടെ നമ്മൾ നമ്മുടെ ചുറ്റിനും ഒരു രക്ഷാ കവചം സൃഷ്ടിക്കണം. परफेक्ट रक्षा कवच, कोई इसको हिला नहीं सकता. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രക്ഷാ കവചമായിരിക്കണം. ആര് വിചാരിച്ചാലും അത് പൊട്ടിക്കാൻ പറ്റരുത്. चाहे सेवा हो, സേവനത്തിലായിക്കോട്ടെ, सेवा से पहले भी योग का कवच दे दो. रक्षा कोई दे न दे, मुझे इस प्रोग्राम से पहले योग का कवच देना है सेवा को. ഇപ്പോൾ ഒരു സേവനം വരികയാണെന്ന് വെച്ചോളൂ. സേവനത്തിന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ, അത് വേറെ ആരും ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി, എനിക്ക് സേവനത്തിന് വേണ്ടിയിട്ട് ആ ഒരു പവിത്രതയുടെ കവചം, വലയം സൃഷ്ടിക്കണം. तो यज्ञ रक्षक के लिए सबसे पहली बात है, योग बल का प्रयोग करें. യജ്ഞരക്ഷകർ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്, യോഗശക്തിയുടെ പ്രയോഗം ചെയ്യണം. कल मैंने समर्पित भाई बहनों में भी सुनाया था, आज भी आपके सामने रिपीट करूंगी, योग ही हमारा रक्षा का कवच. ഞാൻ ഇന്നലെ അവിടെ സമർപ്പിത സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലും പറഞ്ഞായിരുന്നു, ഇന്നും നിങ്ങളോട് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സുരക്ഷാ കവചം തന്നെയാണ്. क्योंकि जब यज्ञ की शुरुआत में विरोधियों ने लाखा भवन को आग लगाई, तब भी चारे बाजू से बिल्डिंग को आग थी. कोई भी बहन या भाई का बाल भी बांका नहीं हुआ. योग ने रक्षा की. യജ്ഞത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ലാഖ ഭവൻ എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ കുറേ ശത്രുക്കൾ തീയിട്ടായിരുന്നു. പക്ഷെ അന്ന് ആ യജ്ഞത്തിനകത്തുള്ള ഒരാളുടെ എന്താ പറയുക, ഒരു രോമത്തിന് പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം അത്രയ്ക്ക് യോഗശക്തി ഉണ്ടായിരുന്നു. അതായിരുന്നു സുരക്ഷാ കവചം. भारत पाकिस्तान का पार्टीशन हुआ, सभी सिंधीस को भाग के आना पड़ा पाकिस्तान से. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള പാർട്ടീഷൻ നടക്കുന്ന വിഭജനം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിന്ധികളൊക്കെ ഭാരതത്തിലേക്ക് ഓടി വന്നു. ये भी तो सब सिंधी थे, ब्रह्मा बाबा और दादियाँ. ബ്രഹ്മാബാബയും ദാദിമാരും എല്ലാവരും സിന്ധിയിലുള്ളവരായിരുന്നില്ലേ? लेकिन इनकी रक्षा मुस्लिम यंगस्टर्स कर रहे थे. എന്നാൽ അവരെ രക്ഷിച്ചത് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളായിരുന്നു. कौन था यज्ञ रक्षक? അപ്പം ആരാ യജ്ഞത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? बाबा की याद. ബാബയുടെ ഓർമ്മയാണ്. जब ये लोग ब्रिज कोठी आए, माउंट आबू आए, तो बहुत ठंडी भी थी और माउंट आबू में तकलीफ़ें भी थी. वो ब्रिज कोठी में बहुत सारे स्नैक्स होते थे. बाबा ने कहा था किसी स्नैक्स को मारना नहीं है. तब भी पूरे हिस्ट्री में ब्रिज कोठी के टाइम कोई भी सांप कहीं डसा नहीं और कोई को तकलीफ नहीं हुई. बाबा की याद ने रक्षा किया. അതേപോലെ അവിടുന്ന് എല്ലാ പേരും കൂടി മൗണ്ട് അബൂല് ബ്രിഡ്ജ് കോട്ടിയിൽ വന്ന സമയത്ത് അവിടെ ആ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നിറയെ പാമ്പുണ്ടായിരുന്നു. ബാബയാണെങ്കിൽ ഉടനെ ഒരു ഓർഡർ കൊടുത്തു, ആരും പാമ്പിനെ കൊല്ലാൻ പാടില്ല എന്ന്. പക്ഷേ യജ്ഞത്തിൻ്റെ ചരിത്രം വായിച്ചാൽ അറിയാൻ പറ്റും, ഒരാളെ പോലും പാമ്പ് കൊത്തിയിട്ടേ ഇല്ല. അതും ബാബയുടെ ഓർമ്മയുടെ ശക്തിയായിരുന്നു. जब बेगरी पार्ट शुरू हुआ इकोनॉमिकल क्राइसिस का, പിന്നെ നമ്മൾ ബഗറി പാർട്ട് ആരംഭിച്ചു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ तब ഉണ്ടായി. बाबा के पास धन नहीं होता था 12 बजे भोजन बनाने का. 50 पैसा होता था. उस टाइम तो 50 पैसे की कीमत थी, फिर भी उतना ही होता था. पर अचानक कोई मनी ऑर्डर आ जाता था और भोजन बन जाता था. ബഗറി പാർട്ടിൻ്റെ ടൈമിൽ ശരിക്കും ബാബയുടെ കൈവശം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 50 പൈസയൊക്കെ കാണാം. അന്നത്തെ കാലത്ത് അതിന് വളരെ വിലയുണ്ട്. പക്ഷേ 12 മണിയായാലും ഒന്നും ഉണ്ടാവില്ല യജ്ഞത്തിൽ കഴിക്കാനായിട്ട്. പെട്ടെന്നായിരിക്കും മണി ഓർഡർ വരുന്നത്. പിന്നെ അതിൽ കാര്യങ്ങൾ നടക്കും. അങ്ങനെയാണ് പണ്ട് നടന്നുകൊണ്ടിരുന്നത്. शाम का भोजन भी ऐसे ही खाना था. जंगल एक ही टाइम भोजन बनता था. जंगल में जाओ, सीजनल फल तोड़ो, दो और खाओ.
वही रात का डिनर होता था. വൈകുന്നേരം ആഹാരം ഒന്നും കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരൊറ്റ സമയത്തെ ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ. രാത്രി വൈകിട്ടാവുമ്പം നേരെ കാട്ടിലേക്ക് പോവുക, എന്താണോ പഴം അവിടെ കിട്ടുന്നത് അത് പറിക്കുക, കഴിക്കുക. അത് तो अभी कोई यज्ञवत्सों को तकलीफ नहीं हुई, शारीरिक नहीं, कोई नहीं. सुरक्षा कवच कौन था? बाबा की याद. അന്ന് യജ്ഞത്തിലുണ്ടായിരുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ശാരീരികമായിട്ടും ഉണ്ടായിരുന്നില്ല, അല്ലാണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ യജ്ഞത്തിലുള്ളവരുടെ ആ സുരക്ഷാ കവചം അന്നും എന്ത് തന്നെയായിരുന്നു? ബാബയുടെ ഓർമ്മ തന്നെയായിരുന്നു. मना बाबा की याद ही रक्षा कवच. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ബാബയുടെ ഓർമ്മ തന്നെയാണ് രക്ഷാ കവചം. पंजाब में जब त्रासवाद हुआ तब एक सेंटर पर പറഞ്ഞിട്ട് ഒരു ഊമക്കത്ത് അയച്ചായിരുന്നു. अगर पुलिस को बताया, हेड ऑफिस में बताया, तो ब्रह्मा कुमारीज की पंजाब की जितनी भी ब्रांचेस है उसको उड़ा देंगे, ऐसा मैसेज था. അഥവാ നിങ്ങൾ പോലീസിലോ വേറെ നിങ്ങളുടെ ഹെഡ് ഓഫീസിലോ എങ്ങാനും അറിയിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാബിൽ ബ്രഹ്മകുമാരീസിൻ്റെ എത്ര സേവാ കേന്ദ്രങ്ങളുണ്ടോ അത് മുഴുവനും തകർത്ത് കളയും എന്നും അതിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. तो आप जैसे ही भाई बहनों ने बहनों को मदद की और सबने वो अमाउंट इकट्ठा किया, किसी को कंप्लेन नहीं की, बताया नहीं. അപ്പം പോലുള്ള അമ്മമാർ, സഹോദരന്മാർ ചേർന്നിട്ട് പൈസ കളക്ട് ചെയ്തു. ആരും കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തില്ല, വേറെ എങ്ങും പൈസ കളക്ട് ചെയ്തു കൊടുക്കാനായിട്ട്. पर जब वो बहन अमाउंट लेकर के वहाँ गई तो इवनिंग 6 o'clock था और पंजाब में तो ठंडी के मौसम में तो बहुत जल्दी सन सेट हो जाता है. तो उसी टाइम सुप्रिटेंडेंट ऑफ पुलिस की कार वहाँ से पसार हुई. അപ്പോൾ ആ സിസ്റ്റർ ഇത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ സിസ്റ്റർ പൈസ എല്ലാം കളക്ട് ചെയ്ത് വരാൻ പറഞ്ഞിരുന്ന സമയം 6 മണിയാണ്. അപ്പോൾ അത് നല്ല തണുപ്പ് പിടിച്ച സമയമായിരുന്നു. പഞ്ചാബിലാണെങ്കിൽ 6 മണിക്ക് മുമ്പേ തന്നെ സൂര്യാസ്തമനം നടക്കും. അപ്പോൾ നല്ല ഇരുട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിസ്റ്റർ ആ പൈസയും കൊണ്ട് വഴിവെക്കിൽ നിൽക്കുമ്പം സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ കാറ് പോവുമായിരുന്നു. एसपी ने कहा कि बहन आपको पता नहीं, दिस इज़ पंजाब, आप इतना लेट इवनिंग बाहर नहीं निकल सकते, आप क्यों आई हो? वो बहन ने बोला मेरा भाई मिलने आने वाला है. അപ്പോൾ പോലീസ് സൂപ്രണ്ട് ഈ സിസ്റ്ററിനെ കണ്ടതും വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങൾക്ക് അറിയില്ലേ ഇത് പഞ്ചാബാണ്, ഇത്രയും രാത്രിയിൽ പഞ്ചാബിലൊന്നും ആരും സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നിൽക്കാറില്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ ആ സിസ്റ്റർ പറഞ്ഞു എൻ്റെ ബ്രദർ വരുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന്. और तब पुलिस ने बोला मेक श्योर करो, तो बोले नहीं 100% मेरा भाई आने वाला है, आप मेरी चिंता नहीं करो. അപ്പോൾ പോലീസ് പറഞ്ഞു നിങ്ങൾ ശരിയാണോ പറയുന്നത്? അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു അല്ലല്ല 100% ഉറപ്പാണ്, എൻ്റെ ബ്രദർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ മീറ്റ് ചെയ്യാനാണ് ഇവിടെ നിൽക്കുന്നത്. पुलिस की कार साथ में 50 जितनी कार थी वो सब चली गई. അപ്പോൾ ആ പോലീസ് സൂപ്രണ്ടിൻ്റെ കാറും പിന്നെ കൂടെ കുറേ കാറുകളുണ്ടായിരുന്നു അകമ്പടിയായിട്ട്, എല്ലാ വണ്ടിയും അങ്ങ് പോയി. तब पीछे छिपे हुए 2-3 त्रासवादी दौड़ के आ गए. അപ്പോൾ അതിൻ്റെ പുറകിൽ 2-3 തീവ്രവാദികൾ ഒളിച്ചിട്ടുണ്ടായിരുന്നേ, അവർ ഓടി വന്നു, അവരങ്ങ് പോയി കഴിഞ്ഞു. आते ही वो बहन के पैर में पड़ गए. വന്ന ഉടനെ തന്നെ അവർ കാലിൽ വീണു, ആ സിസ്റ്ററിൻ്റെ കാലിലോട്ടങ്ങ് വീണു. बोला कि आपके पास चांस था हमको पकड़ा देने का, पर आपने हमें इतना खराब करने के बाद बोला हमारा भाई मिलने आने वाला है और हम आपको लूटने लगे. അപ്പോൾ അവർ ഓടി വന്ന് കാലിൽ വീണത് എന്തിനാണെന്നറിയോ? വേണമെങ്കിൽ ഈ സിസ്റ്ററിനെ പോലീസിനെ കൊണ്ട് അവരെ പിടിപ്പിക്കാമായിരുന്നു. പക്ഷെ പോലീസിൻ്റെ അടുത്ത് സിസ്റ്റർ പറഞ്ഞത് എന്താ? എൻ്റെ ബ്രദർ എന്നെ കാണാൻ വരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ബ്രദറായിട്ട് കണ്ട് നമ്മളെ അപമാനിക്കാത്ത സിസ്റ്ററിനെ ആണല്ലോ നമ്മൾ കൊള്ളയടിക്കാൻ വേണ്ടി വന്നത് എന്നോർത്തിട്ടാണ് അവർ കാലിൽ വീണത്. तब वो अपनी गाड़ी में वो बहन को लेकर के सेंटर गया, सब रख दिया, धन तो लिया नहीं और बोला किसी की ताकत नहीं ब्रह्मा कुमारी इसको नुकसान कर सकते. എന്നിട്ട് അവരെന്ത് ചെയ്തെന്നറിയോ? അവർ വന്ന കാറിൽ സിസ്റ്ററിനെ വളരെ സുരക്ഷിതമായിട്ട് സെൻറ്ററിൽ എത്തിച്ചു, എന്തെല്ലാം കൊണ്ടുവന്ന് ഒരു പൈസ പോലും വാങ്ങിയില്ല. എന്നിട്ട് പറഞ്ഞു ബ്രഹ്മകുമാരീസിനെ തകർക്കാനുള്ള ശക്തി വേറെ ആർക്കും തന്നെ ഇല്ല എന്ന്. तो कौन है बाबा सुरक्षा कवच, याद सुरक्षा कवच. അപ്പോൾ എന്താ സംഭവിച്ചത്? ബാബയാണ് യഥാർത്ഥ സുരക്ഷാ കവചം, ബാബയുടെ ഓർമ്മയാണ് സുരക്ഷാ കവചം. इसीलिए यज्ञ रक्षक बनने से पहले अपने आप को बाबा की याद से सुरक्षित कर लो. അതുകൊണ്ട് യജ്ഞരക്ഷകരാകാൻ വേണ്ടി നമ്മളെ തന്നെ ബാബയുടെ ഓർമ്മയാകുന്ന സുരക്ഷാ കവചത്തിൽ വെക്കണം. दूसरी सुरक्षा कवच बनने की निशानी है कभी भी पर चिंतन में नहीं फंसो. ഇനി രണ്ടാമത് സുരക്ഷാ കവചത്തിൻ്റെ രണ്ടാമത്തെ കാര്യം, ഒരിക്കലും പരചിന്തനത്തിൽ കുടുങ്ങിപ്പോവാൻ പാടില്ല.
क्योंकि हमारा 63 जन्मों का संस्कार है, इधर की बात सुना, उधर की बात सुना, और इंटरेस्ट भी है. കാരണം എന്താ അറിയോ, 63 ജന്മമായിട്ട് നമ്മുടെ സംസ്കാരമാണ് അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങളൊക്കെ, അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. पर चिंतन हम हमारे ही घर को, यज्ञ को, सेंटर को खोखला कर देता है, अंदर से खाली कर देता है. എന്നാൽ ഈ പരചിന്തനം എന്ന് പറയുന്നത് നമ്മുടെ വീടിനെ, നമ്മുടെ യജ്ഞത്തിനെ, നമ്മുടെ സെൻറ്ററിനെ നമ്മൾ തന്നെ കാലിയാക്കി മാറ്റുകയാണ്, അതിൽ എല്ലാം കളയുകയാണ് നമ്മൾ. इसीलिए बहुत ज़रूरी है, अगर कोई सेंटर की बहन के बारे में बोलता है, सेंटर के बारे में बोलता है, चलो सेंटर नहीं तो अपनी लौकिक बहू बहन, माँ बेटी, भाई बहन रिलेशन में जो प्रॉब्लम है वो कुछ बोलता है, मम्मा की तरह अपने आप को सिखा दो, आई एम नॉट अ वेस्ट पेपर बास्केट. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സെൻറ്ററിലെ സിസ്റ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ സെൻറ്ററിലെ കുറിച്ച് പോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആരെങ്കിലും കുറിച്ച്, നിങ്ങളുടെ മരുമക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണെന്ന് വെച്ചോളൂ, അവരെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് വല്ല പരചിന്തന നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ മമ്മയെ പോലെ ഇരിക്കണം. ഞാൻ ഒരിക്കലും ആരുടെയും വേസ്റ്റ് എടുക്കാനുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല, ഞാനൊരു ചവറ്റുകുട്ടയല്ല എന്നുള്ള സ്മൃതിയിലിരിക്കണം. क्योंकि परचिंतन हमें इंटरेस्ट तो दिलाता है, लेकिन हम एक नेगेटिव इमोशन एंड नेगेटिव वाइब्रेशन क्रिएट करते हैं अपनों के लिए, जो नुकसान करता है. അതായത് പരചിന്തനം ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് തോന്നിക്കും, പക്ഷെ നമ്മളെ പ്രതി അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരെ പ്രതി നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ, നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷനിൽ നമ്മൾ കുടുങ്ങിപ്പോൾ അത് നമുക്ക് നഷ്ടം ഉണ്ടാക്കും. इसलिए परचिंतन से सावधान. അതുകൊണ്ട് പരചിന്തനം വരാതെ ശ്രദ്ധിക്കണം. तीसरी बात है, रक्षा करने के लिए मेरी पहली प्रायोरिटी बाबा हो. ഇനി അടുത്ത രക്ഷ പ്രാപ്തമാക്കാനുള്ള മൂന്നാമത്തെ പോയിൻ്റാണ്, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ബാബയ്ക്കാണ്. अभी हमने बाबा को तो प्रायोरिटी में रखा है, लेकिन बाबा सेकंड प्रायोरिटी में है. നമ്മൾ ബാബയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പക്ഷേ സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ടാണ്. समय मिले तो सेवा, സമയം കിട്ടുകയാണെങ്കിൽ സേവനം ചെയ്യാം, साधन मिले तो सेवा, सुविधा मिले तो साधना, माना बाबा सेकंड प्रायोरिटी हो गई. സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ സേവനം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സാധന ചെയ്യാം, തപസ് ചെയ്യാം. അപ്പം എന്തായി, സെക്കൻഡ് പ്രയോറിറ്റി ആയി അതിന്. तो फर्स्ट प्रायोरिटी बाबा है मेरे लिए. അതുകൊണ്ട് അടുത്ത പോയിന്റ്, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ബാബയായിരിക്കണം. बाबा दिखाई देगा, बाकी का सब ऑटोमेटिक हो जाएगा. ബാബയാണ് കാണുന്നതെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. तीसरा यज्ञ रक्षक चौथा यज्ञ रक्षक बनने के लिए मुझे बाबा, सिस्टर्स और यज्ञ के सेंटर के समीप रहना है. ഇനി നാലാമത്തെ പോയിന്റാണ്, യജ്ഞരക്ഷകരാകാൻ വേണ്ടിയിട്ട് ബാബ, പിന്നെ സെൻറ്ററിലെ സിസ്റ്റേഴ്സ്, ഇവരുമായിട്ട് വളരെ ക്ലോസ് ആയിരിക്കണം. जो भी कुछ बात हो, अगर क्लास के बाद मार्जिन नहीं मिला, बहन नहीं मिली, तो आजकल तो फ़ोन अवेलेबल है, मैसेजेस अवेलेबल है, पर हम क्लोज रहे यज्ञ से, सेंटर से. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്ന് വെച്ചോളൂ, ചിലപ്പോൾ മുരളി കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ സിസ്റ്ററിനെ കാണാൻ പറ്റിയില്ല എന്ന് വെച്ചോളൂ, നമ്മുടെ കയ്യിൽ ഇന്നത്തെ സൗകര്യങ്ങളില്ലേ, ഫോണുണ്ട്, നമ്മൾ ഫോൺ വിളിച്ച് ചോദിക്കുക, എന്ത് വന്നാലും നമ്മൾ യജ്ഞത്തിനോട് വളരെ അടുത്തിരിക്കണം, വളരെ ക്ലോസ് ആയിരിക്കണം. यज्ञ के समीप रहना, सेंटर के समीप रहना, माना ट्रांसपेरेंट रहना. നമ്മൾ യജ്ഞത്തിനോട് ക്ലോസ് ആയിട്ടിരിക്കുക, സെൻറ്ററിനോട് ക്ലോസ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുക. इसलिए बहुत ज़रूरी है हम समीप रहे. അതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമാണ്, നമ്മൾ യജ്ഞം സെൻറ്ററുമായിട്ട് വളരെ ക്ലോസ് ആയിരിക്കണം. और लास्ट है यज्ञ रक्षक बनना, तो खड़े हो जाना. पहला सेंटर, पहली बहनें, पहले बाबा. मैं एक बहुत अच्छा एग्जाम्पल सुनाती हूँ. ഇനി യജ്ഞരക്ഷകനാകുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഉയർത്തെഴുന്നേൽക്കണം. ആദ്യം സെൻറ്ററിലെ സഹോദരിമാർ, അങ്ങനെ ആദ്യം സെൻറ്ററിൽ അതിനു വേണ്ടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. അതിനുള്ള നല്ല ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. मैं बहुत नई थी सेंटर पर, 85 की बात है, जब मैं सेंटर पर रहने आई. ഞാൻ അന്ന് സെൻറ്ററിൽ വന്ന സമയത്തുള്ള കാര്യമാണ്, 85-ലെ കാര്യമാണ്.
ഞാൻ പുതിയതായിട്ട് സെൻട്രൽ വന്നതാണ് ആ സമയത്ത്. तो वहाँ एक माता इतना दाल, इतना चावल, इतना नमक, सॉल्ट, इतना गुड़, इतना चीनी, थोड़ा थोड़ा एक थैला भर के लाई. അവിടെ ഒരു മാതാജി വരുമായിരുന്നു. അവർ കുറച്ച് പരിപ്പ്, അതുപോലെ തന്നെ ശർക്കര, പിന്നെ ഉപ്പ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെറിയ ചെറിയ കിഴി കെട്ടി കൊണ്ടുവരുമായിരുന്നു സെൻറ്ററിൽ. तो मैं तो अपनी बड़ी सिस्टर को बोला कि बहन ये माता ये दे के गई है. അപ്പം ഞാനത് സെൻറ്ററിലെ മുതിർന്ന സിസ്റ്ററിന് കൊടുത്തിട്ട് പറയും, ഈ മാതാജി തന്നിട്ട് പോയതാണെന്ന് പറയും. पर बड़ी सिस्टर हंसने लगी, बोले हाँ मुझे पता है, पर मेरी क्यूरियोसिटी बढ़ने लगी कि ऐसा ऐसा क्यों दे के गई. അപ്പോൾ സിസ്റ്റർ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം അവരാണ് തരുന്നതെന്ന്, പക്ഷേ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ എന്തിനാണ് ഇവർ ഇങ്ങനെ കൊണ്ട് തരുന്നത് എന്നായിരുന്നു. तो मैंने बड़ी सिस्टर को पूछा कि ये ऐसा क्यों दे जाती है. गोमती बहन नाम था वो माता का, उसकी बेटी भी आज ब्रह्मा कुमारी है लखनऊ में. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവരെന്താ ഇങ്ങനെ കൊണ്ടുതരുന്ന ചെറിയ ചെറിയ കിഴി കെട്ടിയിട്ട്. ആ മാതാജിയുടെ പേര് ഗോമതി ബഹൻ എന്നായിരുന്നു. അവരുടെ മകള് ഇന്ന് ലക്നൗവിൽ സേവനം ചെയ്യുന്ന സിസ്റ്ററാണ്. तो बोला तुम उन्हें पूछ लेना, गोमती बहन को पूछ लेना खुद. അപ്പോൾ സീനിയർ സിസ്റ്റർ പറഞ്ഞു, നീ തന്നെ ആ ഗോമതി ബഹനോട് ചോദിച്ചാൽ മതി എന്ന്. तो मैंने गोमती बहन से बात किया. അപ്പം ഞാൻ അങ്ങനെ ഗോമതി ബഹനോട് സംസാരിച്ച്. बट इट वॉज एक्सलेंट आंसर. പക്ഷെ അവർ പറഞ്ഞത് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള സുന്ദരമായ बोले ഒരു ഉത്തരവായിരുന്നു. वो माता ने कहा कि हम लोग घर में 4 लोग हैं. അപ്പോൾ ആ മാതാജി എന്താ പറഞ്ഞതെന്നറിയാം, നമ്മൾ വീട്ടിൽ മൊത്തം 4 പേരാണുള്ളത്. 2 बच्चे और हम 2. 2 കുട്ടികളും പിന്നെ നമ്മൾ 2 ആളും. और एक बच्चा 5वां शिव बाबा है. അതിൽ 5ാമത്തെ കുട്ടിയാണ് ശിവബാബ. तो रोज मैं भोजन निकालती हूँ तो चावल डालती हूँ 4 लोगों का 4, तो एक डालती हूँ अलग बैग में शिव बाबा का. അപ്പം ഞാൻ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ 4 പേർക്ക് കണക്കാക്കിയെടുക്കും, ഇങ്ങനെ 4 പിടി. പിന്നെ 5ാമത്തെ കുട്ടി ശിവബാബയ്ക്ക് വേറെ 1 പിടി. और इतना ही नहीं, फिर बोला कि वो डालती हूँ सॉल्ट भी, हल्दी भी, मिर्ची भी, गुड़ भी, सब ऐसे एक एक कर डालती हूँ रोज का. അത് മാത്രമല്ല, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനെ എന്തെല്ലാം അവർ കറി വെക്കാൻ എടുക്കുന്നോ എല്ലാം 1 പങ്ക് ശിവബാബയ്ക്ക് മാറ്റി വയ്ക്കുമായിരുന്നു. मेरे बेटे के लिए चाहिए ना, बोलती है. എൻ്റെ കുട്ടിക്ക് വേണ്ടേ, കുട്ടിക്കും കൊടുക്കണ്ടേ, ശിവബാബയ്ക്കും കൊടുക്കണ്ടേ എന്ന് പറയുമായിരുന്നു. और जब इकट्ठा हो जाता है तो सेंटर पर आके दे जाती हूँ. അങ്ങനെ അത് മാറ്റി ഒരു വലിയ കിഴിയാവുമ്പോൾ അതെടുത്തുകൊണ്ട് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കും. इतनी की बात नहीं है, अभी हमें वो नहीं करना है, पर मैं बाबा से समीप कितनी रह सकती हूँ, दिस इज ए टेक्निक. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇത്ര കിഴി കെട്ടി കൊണ്ടുവരണമെന്നല്ല പറയുന്നത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അതായത് എനിക്ക് ബാബയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കാനുള്ളൊരു ടെക്നിക്കാണിത്. हर पल हर सेकंड बाबा याद है. ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ബാബയെ ഓർമ്മ വരണം. और एक भाई राजस्थान का, പിന്നെ രാജസ്ഥാനിലെ ഒരു ഭായി ഉണ്ടായിരുന്നു. हाथ लारी होती है, उसमें सब्जी बेचने वाला, बहुत सामान्य गरीबी मान लो उसको तुम. കൈവണ്ടിയിൽ നടന്ന് പച്ചക്കറി വിൽക്കുന്ന ഒരു പാവപ്പെട്ട ബ്രദറായിരുന്നു. बट इन 85 वो बिल्कुल नया बाबा का बच्चा बना था. 85 ആദ്യമായിട്ട് ആ ഭായി സെൻട്രലിൽ വന്ന് ബാബയുടെ കുട്ടിയായത്. तो 4-5 मास वो ज्ञान में चला. ഒരു 4-5 മാസം ആ ഭായി ജ്ഞാനത്തിലുണ്ടായിരുന്നു. और उस टाइम वो एवरी मंथ 20 रुपीज यज्ञ में देता था. അപ്പോൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എല്ലാ മാസവും ഒരു 20 രൂപ സെൻറ്ററിന് കൊടുക്കുമായിരുന്നു. फिर अचानक वो आना ही बंद कर दिया सेंटर पर. പെട്ടെന്നൊരു ദിവസം ആ ഭായി സെൻറ്ററിൽ വരുന്നതങ്ങ് മതിയാക്കി കളഞ്ഞു. 2-4 मास के बाद एक मनी ऑर्डर आया. ഒരു 3-4 മാസം കഴിഞ്ഞതും സെൻറ്ററിൽ ഒരു മണി ഓർഡർ വന്നു. तो बड़ी बहन ने मेरे को बुला के पूछा, तुम इनको पहचानती हो? അപ്പം ആ വലിയ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കിത് അറിയോ, ഈ ആളിനെ അറിയോ എന്ന് ചോദിച്ചു. हम सबको नाम याद नहीं था क्योंकि वो नया था. പക്ഷെ നമുക്ക് അവരുടെ പേര് ഓർമ്മയുണ്ടായിരുന്നില്ല, കാരണം അത് പുതിയൊരു ബ്രദറായിരുന്നു. लेकिन चेक किया है मनी ऑर्डर कौन से प्लेस से आया है. അപ്പം നമ്മൾ പരിശോധിച്ചു ഇത് എവിടെ നിന്നാണ് ഈ മണി ഓർഡർ അയച്ചിരിക്കുന്നതെന്ന്. तो तब पता पड़ा इट इज फ्रॉम राजस्थान. അപ്പം മനസ്സിലായി അത് രാജസ്ഥാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. तो समझे वही भाई हो सकता है जो 20 multiplied by 5 100 रुपीज मनी ऑर्डर भेजा था.
അപ്പം മനസ്സിലായി ഇത് ആ ബ്രദർ ആയിരിക്കും. കാരണം 20 രൂപ വെച്ച് മാസം തന്നുകൊണ്ടിരുന്നു. അങ്ങനെ 5 മാസം. അപ്പോൾ 20 × 5 100 റുപ്പീസ്, 100 രൂപയാണ് മണി ഓർഡർ വന്നത്. अभी थोड़े मास के बाद वो भाई अचानक मिलने के लिए आया. കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ ഭായി കാണാൻ വേണ്ടി വന്നു. हमने पूछा भाई आप कहाँ गुम हो गए थे? അപ്പം നമ്മൾ ചോദിച്ചു നിങ്ങൾ എവിടെ പോയിരുന്നു, കാണാനില്ലല്ലോ. 7-8 months तक क्लास में नहीं आए. 7-8 മാസമായിട്ട് ക്ലാസ്സിനെ വരുന്നില്ല. तो बोला पिताजी की तबीयत ठीक नहीं थी, माताजी ने दे छोड़ा. फिर बच्चों का वो पूरा फैमिली राजस्थान रहता था, तो बच्चों का एडमिशन करना था. फिर बारिश अच्छी आई तो खेती भी शुरू कर दी वहाँ. അപ്പോൾ പറഞ്ഞു കാരണം എന്താണെന്നറിയോ, അച്ഛൻ്റെ ആരോഗ്യം അത്ര ശരിയായിരുന്നില്ല, പിന്നെ അമ്മയും വീട്ടിലെ കുട്ടികളുടെ അഡ്മിഷൻ എടുക്കണമായിരുന്നു, പിന്നെ അവിടെ മഴ സമയമായത് കാരണം കൃഷി ഇറക്കേണ്ട സമയമായി, അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു എന്ന് പറഞ്ഞു. तब हमने पूछा कि भाई तो फिर मनी ऑर्डर क्यों भेजा था आपने, आप जब आने ही वाले थे? അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ മണി ഓർഡർ അയച്ചത്, എന്തായാലും നിങ്ങൾ തിരിച്ചു വരുമല്ലോ, പിന്നെ എന്തിനാ മണി ഓർഡർ അയച്ചത്? बोले मेरी गलती हो गई, मैं हर मास नहीं देने आया, लेकिन मुझे जब रियलाइज़ हुआ कि मुझे बाबा मदद कर रहा है, बहुत नया था, तब मुझे लगा कि ये मेरा कमिटमेंट है यज्ञ के लिए, इसीलिए मैंने मनी ऑर्डर भेजा. അപ്പോൾ പറഞ്ഞു അതായത് എനിക്ക് അപ്പോഴ് അവിടെ ഇരുന്ന സമയത്ത് എനിക്കൊരു റിയലൈസേഷൻ വന്നു, അതായത് ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ് ബാബയ്ക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത്, യജ്ഞത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ ആ സമയത്ത് പറ്റാത്തതുകൊണ്ട് എനിക്ക് റിയലൈസേഷൻ വന്നപ്പോൾ ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ട് മണി ഓർഡർ ആയിട്ട് അയച്ചു. तो फिर मैंने पूछा क्या फ़ायदा हुआ, आपने इतना दिया, एक साथ दे सकते थे. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരുമിച്ച് എല്ലാം കൂടെ തന്നാൽ പോരെ, പിന്നെ ഇടയ്ക്ക് മണി ഓർഡർ ആയിട്ട് അയച്ചപ്പോൾ എന്ത് ലാഭം ഉണ്ടായി എന്ന് ചോദിച്ചു. तो उन्होंने बोला जब मैं वहाँ गया मेरा कज़िन ब्रदर यहाँ था, तो उसने एक मॉल में एक पूरा फ्लोर ले लिया है फ्रूट और सब्जी का. तो फ्रूट वो संभालता है, वेजिटेबल मुझे संभालने के लिए बोला है. कहाँ हाथ लारी वाला और कहाँ पूरा एक फ्लोर आधा ओनली वेजिटेबल्स, जो उसको ध्यान रख के बिजनेस करना था. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, അതായത് ഞാൻ തിരിച്ചു ചെന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ബ്രദർ ഒരു മോളിൽ ഒരു ഫ്ലോർ എടുത്തായിരുന്നു വാടകയ്ക്ക്. അതിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് അതിൽ വിൽക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഫ്രൂട്ട്സ് എല്ലാം നോക്കിക്കോളാം, നിങ്ങൾ വെജിറ്റബിൾസ് നോക്കണം എന്ന്. അപ്പോൾ ഒരു കൈവണ്ടിയിൽ, ഒരു ഉന്ത് വണ്ടിയിൽ പച്ചക്കറി വിറ്റുകൊണ്ടിരുന്ന ആൾ കുറച്ച് നാൾ കഴിഞ്ഞതും ഒരു മോളിൽ ഒരു ഫ്ലോറിൽ വെജിറ്റബിൾ വിൽക്കുന്ന ആളായിട്ട് മാറി. अभी तो वो बहुत बड़ा बिजनेसमैन हो गया है फ्रूट्स वेजिटेबल्स. ഇപ്പോൾ ആൾ വളരെ വലിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ്. बाबा को समीप रखते हैं तो बाबा हमारा ध्यान रखता है. അപ്പോൾ പറഞ്ഞു വന്നത് ബാബയെ നമ്മൾ എത്രത്തോളം അടുപ്പിക്കുന്നുവോ അതിനനുസരിച്ച് ബാബ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. पैसे की बात नहीं होती है, हर लेवल पे हर समय बाबा से मैं समीप रहने का प्रयत्न करूं. പൈസയുടെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യത്തിലും എല്ലാ തലത്തിലും ബാബയുമായിട്ട് ഓരോ സെക്കൻഡിലും ഞാൻ ഓരോ സമയത്തും ബാബയായിട്ട് ക്ലോസ് ആയിട്ടിരിക്കണം. अंत में तो मैं इतना ही कहूँगी कि समय ऐसा है कि हम सब योगी बन जाए. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, സമയത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്, നമ്മളെല്ലാ പേരും അതുകൊണ്ട് യോഗികളായിട്ട് മാറണം. हमें जर्नी हमने शुरू की थी सतयुग से, फिर से वो जर्नी स्टार्ट करने का समय है. तो हम संस्कारों में सतयुग ला दे और स्थिति में परमधाम ला दे. അതുകൊണ്ട് നമ്മൾ സത്യുഗത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ്, വീണ്ടും നമ്മൾ സത്യുഗത്തിലേക്ക് യാത്ര പോകാനിരിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്രയിൽ തീരുന്ന സമയത്ത് നമ്മൾ സംസ്കാരം സത്യുഗത്തിൻ്റേതും സ്ഥിതി പരംധാമത്തിൻ്റേതുമായിരിക്കണം. क्योंकि अभी स्थिति कुछ भी हो जाए हिलने नहीं चाहिए. കാരണം എന്ത് സംഭവിച്ചാലും നമ്മുടെ സ്ഥിതി കുലുങ്ങാൻ പാടില്ല. आँख देखे, कान सुने, मुख बोले, लेकिन मन न चले, वो स्थिति है. കണ്ണുകൾ കണ്ടോട്ടെ, കാതുകൾ കേട്ടോട്ടെ, വായ സംസാരിച്ചോട്ടെ, പക്ഷെ മനസ്സനങ്ങാൻ പാടില്ല. ആ സ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. अगर मन को चलना हो तो एक ही ट्रैक है. ഇനി മനസ്സിന് സഞ്ചരിക്കണമെങ്കിൽ അത് ഒരൊറ്റ ട്രാക്കിലൂടെ മാത്രമായിരിക്കണം. और वो ट्रैक है मन मना भव. ആ ട്രാക്ക് ഏതാണ്? അതാണ് മൻ മന ഭവ.
तो वो स्थिति बनाएगा, എങ്കിൽ ആ സ്ഥിതി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. और स्थिति बनेगी तो सेवा भी होगी, स्थिति बनेगी तो सब सुविधा भी हो जाएगी. നമ്മുടെ സ്ഥിതി ഓക്കെ ആണെങ്കിൽ സേവനവും നടക്കും, എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടും. तो आप सबको क्रिसमस के अगले दिन सबको क्रिसमस फादर शिव बाबा जो स्थिति बनाने आया है उसके दिल से मुबारक दे रही हूँ. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഈ തലേ ദിവസം ക്രിസ്മസ് ഫാദറായിട്ടുള്ള ശിവബാബ നിങ്ങളുടെ സ്ഥിതി നിങ്ങൾക്ക് റെഡിയാക്കി തരാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഹൃദയം കൊണ്ട് ബാബയ്ക്ക് അതിൻ്റെ ബാബയോട് നന്ദി പറയണം. और कल अमृत वेले वो सांता क्लॉज बन करके गिफ्ट देने भी आएगा. നാളെ അമൃതവേളയിൽ സാന്താക്ലോസ് ആയിട്ട് ബാബ ഗിഫ്റ്റ് തരാനും വരും. और वो गिफ्ट होगी बहुत अच्छी अनुभूति. ആ ഗിഫ്റ്റ് ഏതായിരിക്കും? നല്ല നല്ല അനുഭൂതിയായിരിക്കും. इसीलिए आप सबको दिल से बधाई हो. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ. और आप सबको निमंत्रण भी है, जब भी आबू आओ या स्पेशल बनाओ, आपको खास निमंत्रण है कि आप सब मिल करके आ सकते हैं. और जैसे दीदी आए थे वैसे स्टैच्यू ऑफ यूनिटी देखने के लिए भी हम आपको वेलकम कर रहे हैं. നിങ്ങളെല്ലാവരെയും ദീദി ഇൻവിറ്റേഷൻ തരികയാണ്. നിങ്ങൾ മധുബനിൽ പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമായിട്ടോ വരാം. എപ്പോഴേക്കാണ് നിങ്ങൾ പോകുന്നത്, നേരത്തെ മിനി ദീദി വന്നിട്ടുള്ളത് പോലെ അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ട്, അത് കാണാനായിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. और आप सबकी यूनिक क्लास के लिए भी बहुत बहुत दिल से बधाई है. നിങ്ങളുടെ ഈ ഒരു വ്യത്യസ്തമായ ക്ലാസ്, ഇങ്ങനെ ഒരു ക്ലാസ്സിനും നല്ല ഹൃദയം നിറഞ്ഞ നിങ്ങൾക്ക് ആശംസകൾ തരികയാണ്. इतने सारे कंट्रीज में घूमी हूँ, इतने सारे स्टेट घूमी हूँ, लेकिन मॉल में क्लास और अभी इतने प्यार से इतनी अच्छे वातावरण में, इट्स वंडरफुल. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു മോളിനകത്ത് ഇത്രയും നല്ലൊരു വാതാവരണത്തിൽ ഇത്രയും നല്ലൊരു ക്ലാസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. जोर से ताली बजाओ अपने लिए. നല്ല ശക്തമായിട്ട് കൈയടിക്കണേ. ये भी हमारा भाग्य है कि भगवान और भगवान का घर सुविधा देता है. ഇതും നമ്മളുടെ ഭാഗ്യമാണ്. ഭഗവാനും ഭഗവാന്റെ വീടും നമുക്ക് അനേകം സൗകര്യങ്ങൾ തരും. इसीलिए इट्स वंडरफुल. जब दीदी बोल रही थी तो मेरा एजम्पशन कुछ अलग था, मुल में क्लास है, मुल में क्लास है, मुल में क्लास है. पर जब देखा तो इट्स वंडरफुल. और मैं तो बोलती जो भी यहाँ सेवाधारी है, जिन्होंने ये ढक दिया है, रेडी किया है, उन सबको भी बहुत बहुत अभिनंदन. ദീദി മോളിലാണ് ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ കാര്യങ്ങളാണ്. ദീദി പറഞ്ഞ് മോളിലാണ് ക്ലാസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെ. പിന്നെ ഏതൊക്കെ സേവാധാരികളാണോ ഇതെല്ലാം റെഡിയാക്കിയത് അവർക്കും വളരെയധികം ആശംസകൾ. ओम शांति.